ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നിർവഹിക്കാവുന്ന ഏറ്റവും ലളിതമായ സൽക്കർമ്മം, എന്നാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്ത് ദിക്റുള്ളയാണ്. കഴിയാവുന്ന അത്ര വർദ്ധിപ്പിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത് ഫക്സിറു ഫീഹിന്ന മിനത് തക്ബീരി വത്തഹ്ലീലി വത്തഹ്മീദ്. ഈ 10 ദിനരാത്രങ്ങളിൽ ധാരാളം സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ, അല്ലാഹു അക്ബർ ചൊല്ലാൻ, ദിക്റുകളിൽ സജീവമാകാൻ നിങ്ങൾ സമയം വിനിയോഗിക്കണം. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ അങ്ങാടിയിലേക്ക് പോകും. എന്നിട്ട് ആളുകൾക്ക് ദിക്റുകൾ ചൊല്ലിക്കൊടുക്കും. അവരും കൂടെ ചൊല്ലും. ഈ ദിവസങ്ങളിൽ നാം ചൊല്ലുന്ന ദിക്റുകൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുണ്ട്. ഹദീസുകളിൽ ഉണ്ടല്ലോ, സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യമുള്ള ദിനരാത്രങ്ങളാണിത്. എന്നാൽ ഈ ദിവസങ്ങളിൽ കൂടുതലായി വർദ്ധിപ്പിക്കാൻ പറഞ്ഞതാവട്ടെ ദിക്റും സ്വലാത്തുമാണ്. കഴിയാവുന്നവർ സമയങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുക. ദിക്റിന് 4 ഗുണങ്ങളുണ്ട്. ഭാരമില്ലാത്ത അമലാണ്. എത്ര നിർവഹിച്ചാലും ക്ഷീണം വരില്ല. നിബന്ധനകളില്ലാത്ത അമലാണ്. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നമുക്ക് നിർവഹിക്കാനാവും. എങ്ങനെ നിർവഹിച്ചാലും പ്രതിഫലാർഹമാണ്. എത്ര ചെയ്താലും ക്ഷീണം വരാത്ത അമലാണ്. അതുകൊണ്ട് നമ്മുടെ ചുണ്ടുകൾ സദാസമയം ദിക്റിലാവണം. ഇന്നലെയേക്കാൾ നല്ലൊരു ഇന്നുണ്ടാവണം. ഇന്നിനേക്കാൾ നല്ലൊരു നാളെയുണ്ടാകണം. അങ്ങനെ അറഫാ ദിനം വരെ, പെരുന്നാൾ ദിനം വരെ ഏറ്റവും പവിത്രമായ ഈ ദിവസങ്ങളിലെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം.